പ്രാവശ്യത്തെ SSLCയുടെ ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യ പേപ്പർ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ചോർത്തി എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പൊ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വരാനായിട്ടുണ്ടായ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു എക്സാം നടക്കുന്നതിന്റെ തലേന്ന് തന്നെ ഇവര് ലൈവുകൾ പോയി. ഇപ്പൊ ഈ എഡ്യൂക്കേഷൻ ചാനലുകളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇപ്പൊ ഞാൻ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ സൈലം കണ്ടിട്ടുണ്ട്, അതേപോലെ എക്സാമിനർ കണ്ടിട്ടുണ്ട്, അതേപോലെ ഗിരീഷ് ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ ചാനൽ. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഇവര് ലൈവ് പോകും. അപ്പൊ ഈ ലൈവിനകത്ത് ഇവർ പല പല ചോദ്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്യും. അതായത് മുൻ വർഷങ്ങളിൽ ഇവർ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഭൂരിഭാഗം അതേ ചോദ്യങ്ങൾ തന്നെ ഈ എക്സാമിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഇവർ ഈ ഒരു ലൈവുകൾ പോകുമ്പോൾ ആ ലൈവിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് റീച്ചും ഉണ്ടാവും. അപ്പൊ ഈ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവർ ലൈവ് പോയപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് പിറ്റേ ദിവസം വരുന്ന ചോദ്യങ്ങൾ ഇവർ പ്രഡിക്റ്റ് ചെയ്തു. അപ്പൊ അതാണ് ഇതിന്റെ വിഷയം. അപ്പൊ ഇവർക്കെതിരെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഇവർക്കെതിരെ വന്നേക്കുന്ന ഒരു ആരോപണമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് കേട്ടു നോക്കാം, എന്ന് ബാക്കി പറയാം. ഇന്നലെ നടന്ന +1 ഗണിത മാത്സ് എക്സാമില് ഏതാണ്ട് മിക്കവാറും ചോദ്യങ്ങൾ ഒരു ഡിജിറ്റ് പോലും മാറ്റമില്ലാതെ തന്നെ യൂട്യൂബ് ചാനലില്, ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല, യൂട്യൂബ് ചാനലിൽ അതേപടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലക്ക് എനിക്കുള്ളൊരു ആശങ്ക, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തെ തന്നെ തകർക്കാൻ കഴിയുന്ന തരത്തിൽ ക്വസ്റ്റ്യൻ ചോർത്തുന്നതിന്റെ പിന്നിൽ ഒരു ലോബി ഉണ്ട് എന്നാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കുള്ള സംശയം. അതിനെ ബലപ്പെടുന്ന തരത്തിലാണ് അതിലെ മിക്കവാറും ചോദ്യങ്ങൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ അതേപടി അതിൽ തലേ ദിവസം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ സബ്ജക്ട് ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. എങ്ങനെയാണ് ചോർത്തുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇനി ഏതെങ്കിലും സ്കൂളിൽ നിന്നാണോ അല്ല, നമുക്കതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ആവുന്നില്ലല്ലോ. ഇത് വിശ്വസിച്ച് കുട്ടികൾ ഇതിന്റെ മാർച്ചിലത്തെ പൊതുപരീക്ഷക്ക് ഈ ക്വസ്റ്റൻ ഇതുപോലെ ചാനലിൽ വരുന്നതെന്ന് വിശ്വസിക്കുകയും അതേസമയം പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റൻ ചിലപ്പോൾ ഇവർക്ക് ചോർത്താൻ പറ്റി എന്ന് വരണമെന്നില്ലല്ലോ. അപ്പോൾ അത് കുട്ടികളെ വലിയ തോതിൽ ബാധിക്കാൻ. അപ്പൊ ഒരു അധ്യാപകനായിട്ട് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ അധ്യാപകനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാനൽ മാത്രം നിങ്ങൾ കണ്ടുള്ള വേറെ എത്രയോ ചാനലുകളുണ്ട്. ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ചാനലാണ് ഈ സൈലം എന്ന് പറയുന്നത്. ഇപ്പൊ അവരുടെയൊക്കെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന ചോദ്യങ്ങൾ ഭൂരിഭാഗം അത് തന്നെയാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഇവർക്ക് ക്രെഡിറ്റ് ആയിട്ടാണ് ഇവർ എടുക്കുന്നത്. കാര്യം അവർ പ്രെഡിക്റ്റ് ചെയ്ത് ഓൾറെഡി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു അച്ചീവ്മെന്റ് ആണത്. അപ്പൊ അത് പല കുട്ടികൾക്കാണെങ്കിലും ഇതേപോലുള്ള ചാനലുകൾ, ഇപ്പൊ MS സൊല്യൂഷനെ പറ്റി എനിക്ക് ആ ഒരു ചാനൽ ഞാൻ മുന്നേ കണ്ടിട്ടില്ല. ഈ ഒരു വിഷയം വന്നപ്പോഴാണ് ആ ഒരു ചാനലിനെ പറ്റി ഞാൻ അറിയുന്നത്. പക്ഷെ ആ ഒരു ചാനൽ ഇതേപോലെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പല പല കുട്ടികൾക്ക് അതൊരു സഹായമായിട്ടുണ്ടാവും. ഇപ്പൊ ചിലരുണ്ടാവും പരീക്ഷയുടെ തലേന്നിരുന്നൊക്കെ പഠിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആൾക്കാർക്കൊക്കെ ഇതേപോലുള്ള ചാനലുകൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അവരുടെ ഒരു ചോദ്യം ചെയ്ത് അപ്പൊ ഉറപ്പായി ശരിയാണ്. ഇപ്പൊ MS സൊല്യൂഷൻ പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം. പക്ഷേ നിങ്ങളെ സംശയം തോന്നിയാൽ തന്നെ ഒരു തെളിവ് നിങ്ങൾക്കില്ല. ഈ MS സൊല്യൂഷനെതിരായിട്ട് നിങ്ങൾക്ക് ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ പറയുന്നില്ല? ഇനി MS സൊല്യൂഷൻ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്ക് അതൊന്നും കണ്ടോ. ഒന്നാമത്തേത് SSLC മെയിൻ എക്സാം 2023-24, അതായത് ഈ വർഷം മാർച്ച് മാസത്തിൽ നടന്ന പരീക്ഷ. ആ പരീക്ഷയിൽ കേരളത്തിൽ ഒരുപാട് SSLC പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടും MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനാണ് പബ്ലിക് എക്സാമിൽ, നോട്ട് ദ പോയിന്റ്, പബ്ലിക് എക്സാമിൽ 55,000 കുട്ടികൾ ഒരേപോലെ കൺകറന്റ് വ്യൂവേഴ്സ് നേടിത്തന്ന ഒരു ലൈവായിരുന്നു, അല്ലെ ഒരു സീരീസ് തന്നെയായിരുന്നു. അതായത് SSLC മെയിൻ എക്സാമിന് കേരളത്തിലെ 55,000 കുട്ടികളാണ് അന്ന് കൺകറന്റ് ആയിട്ട് എൻ്റെ ചാനലിലേക്ക് ലൈവുകൾ കാണാൻ വേണ്ടി വന്നിരുന്നത്. അത്രയും കുട്ടികൾ ഒരുമിച്ചിരുന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും UAE-ലും അബുദാബിയിലും ഒക്കെ ഇരുന്നിട്ട് സ്റ്റേറ്റ് സിലബസിന്റെ ലൈവ് കാണാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 55,000 എന്ന് പറയുന്നത് കേരളത്തിലെ ഇതുവരെയുള്ള എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകൾക്ക് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ആകുന്നു. SSLC ഓണം എക്സാം വരുന്നു. ഓണം എക്സാമിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ SSLC കുട്ടികൾ ലൈവിലേക്ക് വന്നത് MS സൊല്യൂഷൻസിന്റെ ലൈവിലേക്കായിരുന്നു. അത് 35,000 എന്ന സംഖ്യയായിരുന്നു. അതിൽ കൂടുതൽ കഴിഞ്ഞ ഓണപരീക്ഷയിലേക്ക് വന്നിട്ടില്ല. സോ 2024 മാർച്ച് പരീക്ഷയിലും ഓണപരീക്ഷയിലും വ്യൂവേഴ്സ് കൗണ്ട് ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നത് MS സൊല്യൂഷൻസിന്റെ ലൈവുകളിലും കണ്ടന്റ് വീഡിയോകളിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചിന്താഗതി ഉണ്ടായേക്കാം. അങ്ങനെ എനിക്കറിയാവുന്ന പല ആൾക്കാർ വഴിയും ഞാൻ അറിഞ്ഞൊരു കാര്യമായിരുന്നു, MS നീ സൂക്ഷിച്ചോ, നിനക്കെതിരെ ഒരു വലിയൊരു ടീം ടാർഗറ്റ് വെച്ചിട്ടുണ്ട്.
നിന്നെ തകർക്കുക, അല്ലെങ്കിൽ നിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ തകർക്കുക, അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ട്രസ്റ്റ് ഇല്ലാതാക്കുക എന്ന തരത്തിലുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കും വരുന്നത്. നീ സൂക്ഷിച്ചോ എന്ന് എന്നോടൊരാൾ. ഓക്കെ, അപ്പൊ ഈ പുള്ളി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളതാട്ടെ. കാര്യം ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് ഇപ്പൊ പുള്ളി പറഞ്ഞില്ല 55,000 ലൈവ് വാച്ചിങ് ആണ് പുള്ളിക്ക് ഉണ്ടായതെന്നാ പറയുന്നത്. അത്രത്തോളം വാച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോർമലി ഏതൊരു ലൈവിനകത്താണെങ്കിൽ അത്രയും വാച്ചിങ് വരാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പിന്നെ ഈ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമും കൂടെ ആകുമ്പോഴത്തേക്കും അവർക്ക് അത്രയും പാടാണ്. കാര്യം ഈ പിള്ളേര് വന്നിരുന്നത് കാണണം, ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണിത്. അപ്പൊ അങ്ങനത്തെ ഒരു ടൈമിനകത്ത് ഇപ്പൊ സൈലം പോലത്തെ പല കൊല കൊമ്പന്മാരൊക്കെ ഇവിടെ ഉള്ളപ്പോഴും പുള്ളിക്ക് ഇത്രയും വാച്ച് അവർ വാച്ച് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ അത്രത്തോളം പുള്ളിയുടെ ചാനലിന് പിള്ളേര് ജെനുവിനായിട്ട് വിശ്വസിച്ച് അത് കാണുന്നുണ്ട്. കാണുന്നോണ്ടായിരിക്കുമല്ലോ പുള്ളിക്ക് അത്രയും വ്യൂവേഴ്സ് കിട്ടുന്നത്. അപ്പൊ ഉറപ്പായിട്ട് ഈ കോമ്പറ്റീഷൻ ഉള്ളവർക്ക് പണി കൊടുക്കാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല, ഇതങ്ങനെ പണി കൊടുത്തതല്ല എന്ന് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. കാര്യം അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഓരോ ടീമും ഇപ്പൊ ഞങ്ങളുടെയാണ് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഞങ്ങളാണ് കൊടുക്കുന്നത്, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ കിടന്ന് ഇടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിനകത്ത് ഒരു ചാനലിന് ഇത്രയും വ്യൂസ് വരുമ്പോഴത്തേക്കും മറ്റു ചാനലുകാർ വെറുതെ ഇരിക്കൂല. അപ്പൊ അവർ ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഏലാകൂടങ്ങൾ ഒപ്പിച്ചതാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. കാര്യം എന്താണ്, ഇവിടെ ഈ MS സൊല്യൂഷനെതിരെ യാതൊരു തെളിവുകളും അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ അവർ ചോദ്യപേപ്പർ ചോർത്തിയെന്നോ പറഞ്ഞിട്ട് യാതൊരു തെളിവുകളും ഇല്ല. എന്നാൽ ബാക്കിയുള്ള ആർക്കെതിരെയും കേസില്ല, ഇവർക്കെതിരെ മാത്രമാണ് കേസ്. അപ്പൊ നമുക്ക് ഇനി ഇവരുടെ ബാക്കി ഇവർ കുറച്ച് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ എന്തായാലും സർക്കാരിനോട് സഹകരിക്കാൻ റെഡിയാണ് എന്ന് തന്നെയാണ് എന്റെ ഡയറക്ടേഴ്സും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാധ്യമങ്ങളിൽ വരാനോ ചർച്ച ചെയ്യാനോ മറുപടികൾ പറയാനോ. എന്റെ മറുപടികൾ എന്താണെന്ന് കാതോർത്ത് നിൽക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, എന്നെ നിയന്ത്രിക്കുന്ന എന്റെ ഡയറക്ടേഴ്സ് പറയാണ് ഇപ്പൊ ക്ഷമ പാലിക്കുക, നിശബ്ദനായി നിൽക്കുക, നിയമങ്ങളുമായി സഹകരിക്കുക. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എന്റെയും ഒരു വാക്കുകൾ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, എന്റെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടെന്ന് അറിയാം, രക്ഷിതാക്കളുണ്ട്, എന്തൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ കാത്തിരിക്കുന്നവരുണ്ട്, പഠനപരമായ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്ന് തന്നെയാണ് താല്പര്യം. പക്ഷെ മനസ്സുകൊണ്ട് വരാൻ പറ്റുന്നില്ല. കാര്യം അത്രമേൽ നമ്മൾ നല്ലത് ചെയ്തു കൊടുത്തിട്ടും അതൊക്കെ അവഗണിക്കപ്പെടുകയും 1000-1 നോക്കി നടക്കുകയാണ്. നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. മേ ബി ഇത് അവസാനത്തെ വീഡിയോ ആകാം. ഇനി MS സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പോയി. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരന്റെ ചാനലിൽ പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു എക്സാം ടൈമിനകത്ത് ഇങ്ങനെ 2 ദിവസം ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അത് ചില്ലറ നഷ്ടമൊന്നല്ല ഉണ്ടാക്കണം. കാര്യം അത്രത്തോളം കോമ്പറ്റീഷൻ ആണ് ബാക്കിയുള്ള ചാനലുകളിൽ നിന്നൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിനകത്ത് ഇങ്ങനെ ഒരു ബ്രേക്കും കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പിള്ളേർ അടുത്ത ചാനലിലേക്ക് പോകും. കാര്യം അവർക്ക് ഒരു ചാനൽ മാത്രമല്ലേ ഉള്ളൂ, ഒരു ചാനൽ പോയാൽ അടുത്ത ചാനൽ. അപ്പൊ അങ്ങനെ അടുത്ത ചാനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബാക്കി ചാനലുകാർ പണി കൊടുത്തതും ആവാം ഈ ഒരു വിഷയത്തിനകത്ത്. MS സൊല്യൂഷന്റെ ആൾക്കാർ ന്യൂസിനകത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടോക്കാം. ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങേണ്ട ഒരു ആവശ്യം ഇല്ല. ഇതിൽ വിശദീകരണം പറയുകയാണെങ്കിൽ, പിന്നെ ഞാനൊരു തുടക്കക്കാരനാണ് ഈ ഒരു മേഖലയിൽ. അതോടൊപ്പം തന്നെ പ്രഡിക്ഷനാണ് MSന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 2-3 വീഡിയോ അതിന് മുൻപ് ചെയ്തിട്ടുണ്ട്, ഡിസ്കോഴ്സുകളും അപ്രീസിയേഷനും അതേപോലെ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരും എന്നുള്ള ചോദ്യം ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു ലൈവ് 7:30 മുതൽ ഏകദേശം 9 മണിക്കുള്ളിൽ തീർന്നിട്ടുണ്ട്. അതിന് മുൻപേ ലൈവുകൾ കൊടുത്തും അതിന് മുൻപ് ഡിസ്കോഴ്സുകളും മറ്റും പറയുകയും ഇതിൽ ഇന്ന ചോദ്യങ്ങൾ വരാമെന്ന് സൈലം ഉൾപ്പെടെയുള്ള പ്രമുഖ ചാനലുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെയൊക്കെ വീഡിയോസിൽ ഇന്ന ചോദ്യം വരാമെന്നും പറയുന്നുണ്ട്. നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോ പോകുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. പ്രഡിക്ഷൻ വീഡിയോ ഇടുന്നതിന് ആശ്രയിച്ചത് മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയാണ് എന്നതാണ് ഇപ്പോൾ MS സൊല്യൂഷൻസിലെ ആരോപണ വിധേയനായ അധ്യാപകർ. ഓക്കെ, അപ്പൊ അത് കേട്ടല്ല, അതായത് ഇവരും ബാക്കിയുള്ള അവരെ ആശ്രയിച്ചിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഇതിനകത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് MS സൊല്യൂഷന്റെ കൂടെ നിൽക്കുള്ളൂ. കാര്യം അവർക്കെതിരെ ഒരു തെളിവുകളും വരാത്തടത്തോളം കാലം ഞാൻ അവരുടെ കൂടെ നിൽക്കുള്ളൂ. കാര്യം അവർ ചെയ്തതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നുള്ള കാര്യം. ഇപ്പൊ മുന്നത്തെ പരീക്ഷകളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആർക്കായാലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടി കുത്തിയിരിക്കണം, മെനക്കെട്ട് അതിനുവേണ്ടി ഇരിക്കണം. പക്ഷെ ഇവരുടെ പണി അതായതുകൊണ്ട് ഇവരത് ചെയ്യുന്നു. ഇപ്പൊ അവര് കുത്തി അതിനുവേണ്ടി ഇരുന്നിട്ട് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റും ഇന്ന ക്വസ്റ്റ്യനൊക്കെയാണ് വരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യനൊക്കെ ഇപ്പൊ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ അത് പഠിച്ച് അവർ പാസ്സാവും. അപ്പൊ പാസ്സാവുന്നതിന് നല്ല മാർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അവർക്കെതിരെ വെറുതെ ഒരു കേസ് കൊടുക്കുക, അതേപോലെ തന്നെ ഒരു തെളിവുകളില്ലാത്ത വെറുതെ ഒരു ആരോപണങ്ങൾ
ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കെതിരെ ആരുടെ മേലിൽ ഒരു ആരോപണവും ഇല്ല. ആ കൂടെ MS സൊല്യൂഷന്റെ പേരിൽ മാത്രം ആരോപണം. അതെന്ത് പരിപാടിയാണ്? എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഒരു കേസ് എടുക്കുന്നതാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആരോപണം പറയണമെങ്കിൽ എല്ലാവർക്കും എതിരെ പറയണം. അല്ലാണ്ട് ഇപ്പൊ ഈ ഒരാൾക്കെതിരെ മാത്രം പറയുന്നത് എനിക്ക് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? വീഡിയോയുടെ തന്നെ കണ്ടിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്